कालो हि दुरदक्रम्य तव मृत्युन्न संशय. ത്രിതമഹർഷിയുടെ ശാപത്താൽ ശിലയാക്കപ്പെട്ട മായാവിയുടെ ശിരസിലേക്കാണ് ഭല്ലേരി മൂപ്പന്റെ ദുർമന്ത്രവാദങ്ങൾക്കായി അറക്കപ്പെട്ട ഐശ്വര്യച്ചിറകുള്ള കുക്കുടന്റെ ചുടുരക്തം വീണത്. ശാപം നൽകിയ സമയം തന്നെ മഹർഷി അരുൾ ചെയ്ത മായാവിയുടെ ശാപമോക്ഷവും ഇതുതന്നെയായിരുന്നു. എന്നാൽ തന്റെ മോക്ഷത്തിന് കാരണമായ ആ ജീവന്റെ അന്ത്യം മായാവിയെ വല്ലാതെ വേദനിപ്പിച്ചു. അതിന് പ്രായശ്ചിത്തം എന്നോണം തന്റെ പഴയ വാസസ്ഥാനമായ ജാതിമരത്തിൽ നിന്നും ഒരു ദിവ്യദ്രാവകം വേർതിരിച്ചെടുത്ത് ആ മുറിവിൽ ലേപനം ചെയ്തു. ബാക്കി വന്നവയിൽ തന്റെ രഹസ്യക്കൂട്ടുകളും ചേർത്ത് അതിവിശിഷ്ടമായൊരു പാനീയവും തയ്യാറാക്കി. ശേഷം മഹാരഗുഹയിലെ പ്രഹന്യ എന്ന ഔഷധശിലയിൽ കുക്കുടനെ കിടത്തിക്കൊണ്ട് മായാവി അരുൾ ചെയ്തു, നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ പാനീയം തേടി വരാൻ ചിലർ നിയോഗിക്കപ്പെടും. അവരുടെ പാദസ്പർശം ഈ മണ്ണിൽ ഏൽക്കുമ്പോൾ നിന്റെ ഹൃദയം വീണ്ടും ഇടിക്കും. അതോടെ നീ അമരനായി തീരും. അന്ന് നിന്നെ ആദരിക്കുന്നവർക്ക് മാത്രമാവും എന്റെ ഈ ത്രിസപ്തതി വീര്യമുള്ള പാനീയം ലോകത്തിന് നൽകാൻ അധികാരമുണ്ടാവുക. അങ്ങനെ 1000 സംവത്സരങ്ങൾ പിന്നിട്ടു. ഗുഹയുടെ മറനീക്കി ആ വെളിച്ചമെത്തി. അതോടെ കുക്കുടന്റെ ശരീരത്തിൽ വീണ്ടും ജീവകണങ്ങൾ രൂപം കൊണ്ടു. ആ കണങ്ങളുടെ ഐശ്വര്യമെന്നോണം മായാവി കരുതി വെച്ച മഹാനിധി അവർക്ക് മുന്നിൽ കാലാനുസൃതമായ മാറ്റത്തോടെ ദൃശ്യമായി. അതിനവർ ഒരു പുതിയ നാമവും നൽകി.